നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള തീരത്ത് വീണ്ടും കപ്പലപകടം. അറബിക്കടലിൽ ബേപ്പൂരിനും കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിനും ഇടയിൽ തീരത്ത് നിന്ന് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെ 52 ദിവസത്തേക്ക്. മമ്പറത്ത് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 4 വയസ്സുകാരനെ അടക്കം 4 പേരെ തെരുവുനായ ആക്രമിച്ചു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായാണ് തെരുവുനായയുടെ അക്രമമുണ്ടായത്. മാഹി ബൈപ്പാസ് ടോൾ പ്ലാസയിൽ സംഘർഷം. സെക്യൂരിറ്റി ജീവനക്കാരനും സൂപ്പർവൈസർക്കുമെതിരെ പരാതി നൽകി ചൊക്ലി സ്വദേശികൾ. വാർത്തകൾ വിശദമായി. കേരള തീരത്ത് വീണ്ടും കപ്പലപകടം. ഡെക്കിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്കു കപ്പലിന് തീപിടിച്ചു. വാൻഹായ് ലൈൻസ് ഷിപ്പിംഗ് കമ്പനിയുടെ വാൻഹായ് 503 എന്ന കപ്പലിലാണ് തീപിടുത്തം. അറബിക്കടലിൽ ബേപ്പൂരിനും കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിനും ഇടയിൽ തീരത്ത് നിന്ന് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം ഉണ്ടായത്. അറബിക്കടലിൽ ബേപ്പൂരിനും കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിനും ഇടയിൽ തീരത്തുനിന്ന് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. 50 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതായാണ് വിവരം. സിംഗപ്പൂർ കൊടിവെച്ച കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. 22 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നതായാണ് വിവരം. കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനത്തിനായി അപകട മേഖലയിലേക്ക് എത്തി. തീപിടുത്തമുണ്ടായതോടെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടാനായി കടലിലേക്ക് ചാടി. ചില ജീവനക്കാരെ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കപ്പലിലുണ്ടായ പൊട്ടിത്തെറിയിൽ 5 ജീവനക്കാർക്ക് പരിക്കേറ്റു. 4 ജീവനക്കാരെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. ഈ 269 മീറ്റർ നീളമുള്ള വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പലിൽ അതിൻ്റെ ചരക്കുകളിൽ 4 ടൈപ്പിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്. സാധാരണ എല്ലാ കണ്ടെയ്നറുകളിലും കപ്പലുകളിലും ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ഗുഡ്സുകൾ ഉണ്ടാവും. അതിന് ക്ലാസ് 3, ക്ലാസ് 4.1, 4.2, അതേപോലെ തന്നെ 6.1 ആണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി പറയുകയാണെങ്കിൽ ക്ലാസ് 3 എന്ന് പറയുന്നത് IMDG എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് ആണ്. അതിൽ ക്ലാസ് 3 എന്ന് പറയുന്നത് തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളാണ്, അതായത് ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ്. അതേപോലെ ക്ലാസ് 4.1 എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ സോളിഡ് ആണ്, അതായത് തീ പിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കളാണ്. തനിയെ തീപിടിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളാണ് സ്പോണ്ടാനിയസ് കമ്പഷൻ ചെയ്യുന്ന സബ്സ്റ്റൻസ്, അത് ക്ലാസ് 4.2-ലാണ്. അപകടം ഉണ്ടാകുന്ന വിഷാംശമുള്ള സബ്സ്റ്റൻസിന് പൊതുവെ നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുക. അത് ക്ലാസ് 6 ആണ്. അപ്പം ക്ലാസ് 3 ഞാൻ പറഞ്ഞു, ക്ലാസ് 4.1 പറഞ്ഞു, 4.2 പറഞ്ഞു, അതുപോലെ ക്ലാസ് 6 പറഞ്ഞു. അപ്പോൾ ഈ മൊത്തം കണ്ടെയ്നറുകളിൽ ഈ പറഞ്ഞ 4 ടൈപ്പ് കാർഗോസും കൂടി ഉണ്ട്. അപ്പം ഈ IMDG കാർഗോസിന് ഡേഞ്ചറസ് ഗുഡ്സ് കാർഗോ എന്നാണ് പറയുന്നത്. മാഹി ബൈപ്പാസ് ടോൾ പ്ലാസയിൽ സംഘർഷം. സെക്യൂരിറ്റി ജീവനക്കാരനും സൂപ്പർവൈസർക്കുമെതിരെ പരാതി നൽകി ചൊക്ലി സ്വദേശികൾ. ഹോൺ അടിച്ച പ്രകോപനത്തിൽ മർദ്ദിച്ചെന്നാണ് യാത്രക്കാർ പറയുന്നത്. അതേസമയം ടോൾ നൽകാതെ വണ്ടി നിർത്താതെ പോയത് ചോദ്യം ചെയ്തപ്പോഴാണ് സംഘർഷം ഉണ്ടായതെന്നാണ് ടോൾ പ്ലാസ ജീവനക്കാരുടെ വാദം. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് പരാതി നൽകിയത്. വലിയ തിരക്കുണ്ടായിരുന്നുവെന്നും അരമണിക്കൂറോളം കാത്തുനിന്നെന്നും യാത്രക്കാർ പറയുന്നു. ഹോൺ അടിച്ചതോടെ ടോൾ പ്ലാസ ജീവനക്കാരൻ വന്ന് ഹോൺ അടിച്ചാൽ കാറിന്റെ ചില്ല് അടിച്ചു തകർക്കുമെന്ന് പറഞ്ഞതായും പരാതിയിൽ പറയുന്നു. തുടർന്ന് ചോദിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ തള്ളി താഴെയിട്ടെന്നും പരാതിയിലുണ്ട്. ടോൾ പ്ലാസ ജീവനക്കാരൻ ഒരാളെ തള്ളി താഴെയിടുന്ന ദൃശ്യം പുറത്തുവന്നു. ചെരിപ്പൂരി യാത്രക്കാരിക്ക് നേരെ ഓങ്ങുന്നതും കാണാം.
യാത്രക്കാർ തലശ്ശേരി പോലീസിൽ പരാതി നൽകി. പിന്നാലെ ടോൾ പ്ലാസ ജീവനക്കാരും ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ടോൾ നൽകാതെ പോകാൻ ശ്രമിച്ച കാറിനെ തടഞ്ഞപ്പോൾ യാത്രക്കാർ പുറത്തിറങ്ങി മർദ്ദിച്ചെന്നാണ് ടോൾ പ്ലാസ ജീവനക്കാർ പറയുന്നത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നത്. 2007 ഉപരിതല മത്സ്യബന്ധന നിയന്ത്രണ നിയമം നിലവിലുള്ളതിനാൽ സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമായിരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ നീണ്ടകര ഹാർബർ ട്രോളിംഗ് നിരോധന കാലഘട്ടത്തിൽ ഇൻബോർഡ് വള്ളങ്ങൾ ഒഴികെയുള്ള പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് തുറന്നുകൊടുത്തിരുന്നു. അത് ഈ വർഷവും തുടരും. മമ്പറത്ത് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 4.5 വയസ്സുകാരനെ അടക്കം 4 പേരെ തെരുവുനായ ആക്രമിച്ചു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായാണ് തെരുവുനായയുടെ അക്രമം ഉണ്ടായത്. മമ്പറം കായലോടുള്ള വീട്ടിൽ വെച്ചാണ് 4 വയസ്സുകാരൻ എഫ്രിനെ തെരുവുനായ കടിച്ചത്. ബഹളം കേട്ട് ഓടിയെത്തിയ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് കുട്ടിയെ രക്ഷിച്ചു. ചുമലിന് പരിക്കേറ്റ എഫ്രിനെ തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. UK-യിൽ നിന്നും അച്ഛൻ മോബിനും അമ്മ ജിൽനയ്ക്കുമൊപ്പം നാട്ടിലെത്തിയ എഫ്രിൻ കായലോടുള്ള അമ്മയുടെ വീട്ടിലായിരുന്നു താമസം. മമ്പറം ടൗണിൽ തിങ്കളാഴ്ച രാവിലെ 2 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ടൗണിൽ പച്ചക്കറി വാങ്ങുകയായിരുന്ന കീഴത്തൂരിലെ പ്രകാശൻ, തലശ്ശേരി താലൂക്ക് ഓഫീസ് ജീവനക്കാരൻ പ്രമോദ് എന്നിവർക്കാണ് കടിയേറ്റത്. വേങ്ങാട് ഊർപ്പള്ളിയിലും യുവാവിന് തെരുവുനായയുടെ കടിയേറ്റു. ഉച്ചയ്ക്ക് മത്സ്യമാർക്കറ്റിന് സമീപം നിൽക്കുകയായിരുന്ന സഹലിനാണ് നായയുടെ കടിയേറ്റത്. ഇയാളെ തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാഹിയിലെ പൂട്ടിയിട്ട വീട്ടിൽ കയറിയ കള്ളനെ ഉടമ വിദേശത്തു നിന്നും കുടുക്കി. ന്യൂസിലാൻഡിൽ നിന്നും CCTV വഴി കള്ളൻ കയറുന്ന ദൃശ്യങ്ങൾ കണ്ട യുവാവ് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസിലാൻഡിൽ നിന്ന് വീട്ടുടമ പൂട്ടിയിട്ട വീട്ടിലെ നിരീക്ഷണ ക്യാമറ നോക്കവെ കവർച്ചയ്ക്കെത്തിയ കർണാടക സ്വദേശി പിടിയിലായി. കർണാടക ചിക്കമംഗ്ലൂരു കൊപ്പം താലൂക്കിലെ K. അനിൽകുമാറാണ് പോലീസ് പിടിയിലായത്. റെയിൽവേ സ്റ്റേഷൻ റോഡിലെ പൂട്ടിയിട്ട വീട്ടിലാണ് മോഷ്ടാവ് കുടുങ്ങിയത്. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. മോഷ്ടാവ് വാതിൽ തകർത്ത് വീട്ടിനകത്ത് കടക്കുന്നത് നിരീക്ഷിച്ച വീട്ടുടമ ഉടൻ മാഹി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയായിരുന്നു. മാഹി SI KC അജയ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് SIമാരായ N. സതീശൻ, TP പ്രശാന്ത്, ASI റിജേഷ് എന്നിവരടങ്ങുന്ന സംഘം ഈ വീട്ടിലേക്ക് കുതിച്ചെത്തി. പരിശോധനയ്ക്കിടയിൽ കിടപ്പുമുറിയിലെ കട്ടിലിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന മോഷ്ടാവിനെ പിടികൂടി. ഇയാളുടെ പക്കൽ നിന്ന് വീട്ടിൽ നിന്ന് മോഷ്ടിച്ച 2000 രൂപയും പോലീസ് കണ്ടെടുത്തു. നിരവധി മോഷണ കേസിലെ പ്രതിയാണ് അനിൽകുമാർ എന്ന് പോലീസ് പറഞ്ഞു. മാഹി കോടതി ഇയാളെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കണ്ണൂർ ജില്ലാ മുൻ DCC വൈസ് പ്രസിഡന്റ് V. അശോകൻ മാസ്റ്ററുടെ മകൻ സജിത് ബാബു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. പരിയാരം മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാരനാണ്. താമസ സ്ഥലമായ ഏഴോം മേലതിയിടത്തിൽ നിന്നും ബൈക്കിൽ പരിയാരത്തേക്ക് വരവെയാണ് ബൊലേറോ ജീപ്പിടിച്ചുണ്ടായ അപകടത്തിൽ ദാരുണമായ മരണം സംഭവിച്ചത്. രാവിലെ 6 മണിയോടെയാണ് സംഭവം. സെൻട്രൽ പുത്തൂർ LP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക ദേവൂട്ടിയാണ് അമ്മ.
ഗീത, ലിസി, ലതിക, സീന എന്നിവർ സഹോദരങ്ങളാണ്. അഡ്വക്കേറ്റ് ഷാജി എന്നിവർ സഹോദരങ്ങളാണ്. ചമ്പാട് കൂരാറ റൂട്ടിൽ നടുവൊടിക്കുന്ന യാത്ര കണ്ടില്ലെന്ന് നടിച്ച് അധികാരികൾ. വർഷങ്ങളായി ടാർ ചെയ്യാതെ കിടക്കുകയാണ് റോഡ്. വൻ കുഴികൾ രൂപപ്പെട്ടതോടെ ഒടുവിൽ സഹികെട്ട് നാട്ടുകാർ കുഴികൾ അടച്ചു. അൽ ഹിക്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കുഴികൾ അടച്ചത്. ചമ്പാട് കൂരാറ റൂട്ടിൽ റോഡ് ടാർ ചെയ്തിട്ട് വർഷങ്ങളായി. റോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തെന്നും ഫണ്ട് ജില്ലാ പഞ്ചായത്താണ് അനുവദിക്കേണ്ടതെന്നാണ് പഞ്ചായത്തിന്റെ വാദം. എന്നാൽ ഈ വാദം ജില്ലാ പഞ്ചായത്ത് അംഗീകരിക്കുന്നില്ല. റോഡ് ഏറ്റെടുത്തിട്ടില്ലെന്നാണ് ജില്ലാ പഞ്ചായത്ത് വ്യക്തമാക്കുന്നത്. പാനൂർ, കൂരാറ, തലശ്ശേരി വഴി നിരവധി ബസ്സുകളും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയാണിത്. മനേത്തുവയൽ പ്രദേശത്താണ് റോഡ് ഏറെയും തകർന്നിട്ടുള്ളത്. വെള്ളം കെട്ടിക്കിടന്ന് ഇവിടെ വൻ കുഴികളാണ് രൂപപ്പെട്ടത്. ഇരുചക്ര വാഹനങ്ങളടക്കം കുഴികളിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് നിത്യ സംഭവമായി. ഇതോടെയാണ് പ്രദേശത്തെ ജീവകാരുണ്യ സംഘടനയായ അൽ ഹിക്മ റോഡിലെ കുഴികൾ അടക്കാൻ മുന്നോട്ട് വന്നത്. അൽ ഹിക്മ ചെയർമാൻ കാസിം ഹാജി, വാർഡ് കൺവീനർ നസീർ ഇടവലത്ത് എന്നിവർ നേതൃത്വം നൽകി. മാതൃകാപരമായ പ്രവൃത്തിയാണ് അൽ ഹിക്മയുടേതെന്ന് നസീർ ഇടവലത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ കാരണം റോഡുകളിൽ വലിയ കുണ്ട് രൂപപ്പെട്ടു. അപ്പോൾ വലിയ നിലയിൽ വെള്ളം കെട്ടും കാറ്റും കാരണം മരങ്ങളെല്ലാം ഇളവുകി വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഈ റോഡിൻ്റെ നടുക്ക് തന്നെ 2 കുഴി കുറേ ദിവസങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ അൽ ഹിക്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കാത്തിക്ക വളരെ നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെ ഈ ആവശ്യമായ സഹായങ്ങൾ എല്ലാ കാലത്തും നമുക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ആണി വൃത്തിയാക്കുന്നതിന് വേണ്ടി നമുക്ക് ജനകീയമായിട്ട് തന്നെ ഇടപെട്ട് കാസിമൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കാസിമാജി മുന്നോട്ട് വന്ന് നല്ല ഒരു പ്രവർത്തനമാണ് കാസിമാജിക്കാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത്തരം അപകടങ്ങൾ പ്രധാനമായിട്ടും ആളുകൾ വീഴുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. വലിയ കുഴിയാണ്. ആ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ അപകടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലിക ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി നടത്തുന്നത്. പഞ്ചായത്ത് ഫണ്ട് ഈ റോഡിന് അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും മഴക്കാലമായതുകൊണ്ടാണ് ഈ പ്രവൃത്തി നടക്കാതിരിക്കുന്നത്. മഴക്കാലം കഴിഞ്ഞ ഉടനെ തന്നെ ടാറിംഗ് പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയും അധികൃതരും അറിയിച്ചിട്ടുണ്ട്. മയ്യഴിയിലെ പൊതുവിദ്യാഭ്യാസ മേഖല മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മാഹി MLA രമേശ് പറമ്പത്ത്. CBSE പരീക്ഷയിൽ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും 100% വിജയം കൈവരിച്ചത് അതിന്റെ തെളിവാണെന്നും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അടക്കം വന്നതോടെ മയ്യഴി എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനശബ്ദം മാഹിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിക്കാൻ ശ്രീനാരായണ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിജയതിലകം ശ്രേഷ്ഠാദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇവിടെ നല്ല വിജയം കൈവരിച്ച നമ്മുടെ മയ്യഴിയിലെ പ്രിയപ്പെട്ട SSLCയിലെയും അതേപോലെ പ്ലസ് ടുവിലെയും നല്ല വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അവരുടെ രക്ഷിതാക്കളെയും അനുമോദിച്ചുകൊണ്ട് അധ്യാപകരെയും അനുമോദിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ 3 വിദ്യാർത്ഥികൾ അഭിനന്ദ KK, ദേവജി, അഭിഷ്ക എന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം ഇവിടെ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിങ്ങളേവരുടെയും സമ്മതത്തോടുകൂടി മയ്യഴിയിലെ പൊതുവിദ്യാഭ്യാസ മേഖല മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് രമേശ് പറമ്പത്ത് MLA പറഞ്ഞു. CBSE പരീക്ഷയിൽ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും 100% വിജയം കൈവരിച്ചത് അതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ ശൗര്യചക്ര PV മനേഷ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ഉത്തമ പൗരന്മാരായി വളരേണ്ട കൗമാരവും യൗവനവും മയക്കുമരുന്നുകളിലേക്ക് വഴുതിപ്പോകുന്നത് അത്യന്തം അപകടകരമാണെന്നും ദേശഭക്തിയും ലക്ഷ്യബോധവും അച്ചടക്കവുമില്ലാത്ത ഒരു തലമുറ രാജ്യത്തിന്റെ നാശത്തിന് തന്നെ കാരണമാകുമെന്ന് ചില ലോകരാജ്യങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ടെന്നും മനേഷ് പറഞ്ഞു. CBSE പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിജയതിലകമണിച്ച അധ്യാപകരെയും SSLCക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. മേഖലയിൽ പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ 3 വിദ്യാർത്ഥികൾക്ക് ലീന മനോഹരൻ സ്മാരക സ്വർണ്ണ മെഡലുകൾ സമ്മാനിച്ചു. ചാലക്കര പുരുഷു അധ്യക്ഷനായി. മയ്യഴി വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉന്നത വിജയം സമ്മാനിച്ച വിദ്യാഭ്യാസ മേലധ്യക്ഷ MM തനൂജിയെയും രാജ്യത്തിനു വേണ്ടി ധീരമായി പോരടിച്ച് ഗുരുതരമായ പരിക്കുകളോടെ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട
ശൗര്യചക്ര PV മനേഷിനെയും MLA ഉപഹാരം നൽകി ആദരിച്ചു. EK റഫീഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷാജി പിണക്കാട്ട് സ്വാഗതവും സുരേഷ് പന്തക്കൽ നന്ദിയും പറഞ്ഞു. വിശ്വ മാനവികതയ്ക്കും പരിസ്ഥിതിക്കും ഭീഷണി മുതലാളിത്തവും സാമ്രാജ്യത്വമാണെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രൻ. CPI തലശ്ശേരി മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയതയുണ്ടാക്കി മുതലെടുപ്പ് നടത്താനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് CN ചന്ദ്രൻ കുറ്റപ്പെടുത്തി. ബദൽ രാഷ്ട്രീയത്തിനായി ലോകമാകെ മുറവിളി കൂട്ടുകയാണ്. കേരളത്തിലെ ഇടത് സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും CN ചന്ദ്രൻ പറഞ്ഞു. ലോകത്തിന് മാതൃകയാണ്. വിവിധ മേഖലകളിൽ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞത് നമ്മളല്ല. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡുണ്ട്, 57 CPI ഗവൺമെന്റ് നടപ്പാക്കിയതിന്റെ തുടർച്ചയാണ് ഈ നേട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയത് എന്ന് നാം തുടരുകയാണ്. സാമൂഹ്യക്ഷേമ സംവിധാനം ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി പ്രതിപക്ഷം ഉയർത്തുന്നത് പെൻഷൻ കൊടുത്തു കളഞ്ഞു എന്നാണ്. 65 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു. ക്ഷേമ പെൻഷൻ 9 വർഷത്തിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി നമ്മളെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചപ്പോഴും ഈ പറയുന്ന പാവങ്ങൾക്ക് കൊടുത്തത് 71,000 കോടി രൂപയാണ് പെൻഷൻ. നമ്മൾ എന്ത് ചെയ്തു ചോദിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. നാം ഭരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. സംഘടനാ റിപ്പോർട്ട് CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ അവതരിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി MS നിഷാദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് K ഗോപാലൻ രക്തസാക്ഷി പ്രമേയവും PK മിഥുൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. M ബാലൻ, KK ബാലൻ, A പ്രഭാകരൻ, K പ്രസില എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ N ഉഷ, VK സുരേഷ് ബാബു, C വിജയൻ എന്നിവർ അഭിവാദ്യം ചെയ്തു. 21 അംഗ മണ്ഡലം കമ്മിറ്റിയെയും 25 അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. മണ്ഡലം സെക്രട്ടറിയായി അഡ്വക്കേറ്റ് MS നിഷാദിനെ വീണ്ടും തെരഞ്ഞെടുത്തു. കണ്ടിക്കലിൽ തലശ്ശേരി ആശുപത്രി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഗതാഗത തടസ്സം പതിവായ റെയിൽവേ ഗേറ്റ് പരിസരം വാഹനങ്ങളുടെ തിരക്ക് മൂലം വീർപ്പുമുട്ടുകയാണ്. അതിനാൽ റെയിൽപാളത്തെ ബാധിക്കാത്ത മേൽപ്പാലം പണിത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയപരമായ ദാർശനികത്വത്തിനപ്പുറം പരിസ്ഥിതി വിഷയങ്ങളിലും സാഹിത്യ സാംസ്കാരിക മേഖലകളിലും MP വീരേന്ദ്രകുമാർ കാണിച്ചിട്ടുള്ള സാമൂഹ്യമായ ഇടപെടൽ കേരളം എക്കാലത്തും ഓർമ്മിക്കുമെന്ന് KP മോഹൻ MLA. രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി തലശ്ശേരി E നാരായണൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തികളെയും സമൂഹത്തെയും ചേർത്ത് പിടിക്കാനും ദുരിതമനുഭവിക്കുന്നവന്റെ നാവാകാനും വീരേന്ദ്രകുമാറിന് സാധിച്ചിട്ടുണ്ടെന്ന് KP മോഹനൻ MLA പറഞ്ഞു. നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. അതെന്തായാലും ഒരിക്കലും തന്നെ അതിനൊരു ഗ്യാപ്പ് ഒരിക്കലും നമുക്ക് ഇതാക്കാൻ സാധ്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മഹാനായ വ്യക്തിത്വം എന്ന് മാത്രമല്ല, ലോകം മുഴുവനും അറിയപ്പെടുന്നു. പോകാത്ത രാജ്യങ്ങളില്ല. മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം പോകാത്ത രാജ്യങ്ങളില്ല. കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലായിരുന്നു. കൊല്ലത്തുണ്ടായിരുന്ന ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ അതിൻ്റെ നിലയിൽ ഇന്ന് അവിടെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ പ്രായോഗികമായിട്ട് തൻ്റെ ഔദ്യോഗിക സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ ഇത് ചെയ്യാൻ കഴിയും. അതൊക്കെ തന്നെ ഞങ്ങൾക്കും മാതൃകയായിരുന്നു. ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും പലപ്പോഴായിട്ട് ഓഫീസിൽ വന്ന നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഉപദേശങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. മറ്റാർക്കും ഇല്ലാത്ത അടിവരയിട്ട് പറയും, മറ്റാർക്കും ഇല്ലാത്ത വലിയൊരു ഗുണമാണ്. അദ്ദേഹം വിട്ട് പിരിയുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞാൽ അതാണ് മുഖവിലക്കെടുക്കുക. അങ്ങനെയുള്ളൊരു നേതാവായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വീരേന്ദ്രകുമാർ ഇന്ന് നമ്മളോടൊപ്പമില്ല. പക്ഷെ അദ്ദേഹം നിശ്ചയിച്ചു പോയൊരു ഒരുപാട് പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നമ്മൾ കാണുന്നില്ല, പല സ്ഥലത്തും കുന്നിരിയുന്നു. അതോടൊപ്പം തന്നെ പുഴകളൊക്കെ തന്നെ എടുത്ത് സംരക്ഷിക്കാത്തതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെ. രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ ചടങ്ങിൽ അധ്യക്ഷയായി.
RJD ജില്ലാ സെക്രട്ടറി KK ജയപ്രകാശ്, വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മഹിളാ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജ ബാലുശ്ശേരി, സംസ്ഥാന സെക്രട്ടറി ഉഷ രൈരോത്ത്, മഹിളാ ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മോനിഷ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് PC നിഷാകുമാരി, RJD തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പൊന്നന്നൂർ രാമചന്ദ്രൻ, മഹിളാ ജനത ജില്ലാ സെക്രട്ടറി P ഷൈറീന തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना.
ഫാമിലി വെഡിംഗ് സെന്റർ, ദ ബിഗിനിംഗ് ഓഫ് ഫോറെവർ. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. ചരിത്ര പ്രാധാന്യമുള്ള തലശ്ശേരി കടൽപ്പാലം സംരക്ഷിക്കാനുള്ള സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന് AICC അംഗം VA നാരായണൻ. ലോക പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് KSU കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തലശ്ശേരി കടൽപ്പാലം ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി മത്സ്യ മാർക്കറ്റ് മുതൽ ഇന്ദിരാ പാർക്ക് വരെ വോക്ക്വേ നീട്ടി വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ആവശ്യപ്പെട്ടു. ഇന്നലെ തന്നെ പെരുന്നാൾ ദിവസമായി രാത്രി ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഈ സ്ഥലത്തേക്ക് അല്പനേരത്തുള്ള ആശ്വാസത്തിന് വേണ്ടിയിട്ട്, വിനോദത്തിന് വേണ്ടിയിട്ട് ആളുകൾ കടന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, നിറയെ മറ്റ് അവശിഷ്ടങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നൊരു സാഹചര്യം നമ്മുടെ നാടിന് വലിയ ഒരു പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ്. തലശ്ശേരി നഗരസഭയും അതുപോലെ തന്നെ തലശ്ശേരി ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ MLAയും അടക്കമുള്ള ആളുകൾ ഇത്തരം പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള, ഇവിടുത്തെ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും നടത്തേണ്ടത് ഏറ്റവും വലിയ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളിന്ന് ഇവിടെ വളരെ പ്രതീകാത്മകമായിട്ട് ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ തന്നെ, പ്ലാസ്റ്റിക്കുകളൊക്കെ തന്നെ ശേഖരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് ഈ ഒരു ദിവസം കൊണ്ട് ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ തന്നെ നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ള ആ നിലയിലേക്കല്ല, എങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഈ നാടിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കടൽപ്പാലം ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. ഇത് ഒരു പ്രതിഷേധ സൂചകം കൂടിയായിട്ടാണ് ജില്ലാ കമ്മിറ്റി ഈ ഒരു തലശ്ശേരി കടൽപ്പാലം തിരഞ്ഞെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ അധികാരികൾ ഇത് വളരെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ മാലിന്യങ്ങൾ വളരെ കൃത്യമായി നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിദ് അശോകൻ, ജില്ലാ ട്രഷറർ അക്ഷയ് മാട്ടൂൽ, ജില്ലാ സെക്രട്ടറിമാരായ സൂരജ് പരിയാരം, തീർത്ഥനാരായണൻ, അക്ഷരയാസ് മനോഹർ, മറ്റ് ഭാരവാഹികളായ സൂര്യതേജ്, M വൈഷ്ണവ്, MK അനിരുദ്ധ, അഭിജിത്ത് കാപ്പാട്, കോൺഗ്രസ് സൗത്ത് മണ്ഡലം പ്രസിഡന്റ് M നസീർ, TV ജഗദീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സോഷ്യലിസ്റ്റ് നേതാവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും ആധ്യാത്മിക വിദ്യാഭ്യാസ മേഖലയിലെ സജീവ സാന്നിധ്യവുമായിരുന്ന KP ദിവാകരന്റെ 5ാം ചരമവാർഷികാചരണം പുത്തൂരിലെ സ്മൃതി കുടീരത്തിൽ നടന്നു. സ്മൃതി മണ്ഡപത്തിൽ പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് പുഷ്പാർച്ചന നടത്തി. സോഷ്യലിസ്റ്റ് നേതാവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും ആധ്യാത്മിക വിദ്യാഭ്യാസ മേഖലയിലെ സജീവ സാന്നിധ്യവുമായിരുന്ന പാനൂരിലെ KP ദിവാകരന്റെ 5ാം ചരമവാർഷികം ആചരിച്ചു. അന്തരിച്ച മുൻ മന്ത്രി PR കുറുപ്പിന്റെ മൂത്ത മകനാണ് KP ദിവാകരൻ. പുത്തൂരിലെ സ്മൃതി കുടീരത്തിൽ പാർട്ടി പ്രവർത്തകരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് പുഷ്പാർച്ചന നടത്തി. വീട്ടുമുറ്റത്ത് ചേർന്ന അനുസ്മരണ സമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ദിവാരത്തിനെ സ്നേഹിക്കുകയും ദിവാരത്തെ സ്നേഹിക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ, ആ ആളുകളുടെ ഒരു നിര മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവാരത്തിനെ സംബന്ധിച്ചിടത്തോളം ദിവാരത്തിൻ്റെ ഓർമ്മകൾ എന്നും എല്ലാവർക്കും കൂട്ടാണ്. RJD മുൻ സംസ്ഥാന സെക്രട്ടറി KP ചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അതുപോലെ നമ്മുടെ പ്രദേശത്തെ, പ്രത്യേകിച്ച് പാനൂരിൻ്റെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര രംഗങ്ങളിലും ശ്രദ്ധേയനായ വേറിട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ദിവാരേട്ടൻ. പ്രായഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നതും ദിവാകരേട്ടൻ എന്ന് തന്നെയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് PR-ൻ്റെ ആത്മകഥയിൽ ദിവാകരനെ പറ്റി, മക്കളെപ്പറ്റി പരാമർശിക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ദിവാകരൻ അവിടുന്നാണ് പിന്നീട് അതൊക്കെ വിട്ടുകൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങിയത്. RJD കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് P ദിനേശൻ അധ്യക്ഷനായി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം VK സന്തോഷ് കുമാർ, യുവജനതാദൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KK രഞ്ജിത്ത്, മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, TP അബൂബക്കർ ഹാജി, TP അനന്തൻ മാസ്റ്റർ, കരുവാഗഡ്ഡി ബാലൻ, MK രഞ്ജിത്ത്, KP പ്രഭാകരൻ, N ധനഞ്ജയൻ, CKB തിലകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. K കുമാരൻ, ഉഷാ രേരോത്ത്, PK പ്രവീൺ, KP സായന്ത്,
കെ രാജൻ, പയറ്റാട്ടി രാജൻ, പി ചന്ദ്രൻ, ചന്ദ്രിക പതിയന്റെ പി ഷൈറീന തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM നേതാവായിരുന്ന PK കുഞ്ഞനന്ദൻ ചരമദിനത്തിന്റെ ഭാഗമായി CPIM പുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ചണ്ടിയാട് UP സ്കൂളിലാണ് ക്ലാസ് നടന്നത്. CPIM പുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ചണ്ടയാട് UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള എന്നിവർ ക്ലാസ് എടുത്തു. ലോക്കൽ സെക്രട്ടറി M സുകുമാരൻ, C രാജു, TP അനീഷ്, AP ലിബിഷ എന്നിവർ സംസാരിച്ചു. രൂപീകരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല? കാൺപൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം. 2, 1920 താഷ്കന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിക്കളഞ്ഞാൽ ബ്രിട്ടീഷുകാർ ചുമത്തിയ ഗൂഢാലോചന കേസുകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ തള്ളേണ്ടിയിരുന്നു. അത് നീതിയല്ല. ഈ അടിസ്ഥാനത്തിൽ 1920 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏത് പാർട്ടി അംഗീകരിക്കുന്നു? നമ്മുടെ പാർട്ടി അംഗീകരിക്കുന്നു. പക്ഷെ പാർട്ടിക്ക് ഇന്നത്തതുപോലെ പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി, വലിയ സംവിധാനം, താഴോട്ട് സംഘടിപ്പിക്കൽ, അതൊക്കെ പരിമിതമായിരുന്നു. 1927 ആകുമ്പോൾ കർഷക തൊഴിലാളി പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വികസിപ്പിച്ചു. രാജ്യത്തിന്റെ പല ഭാഗത്തും തൊഴിലാളി സമരങ്ങളും കർഷക സമരവും സൃഷ്ടിക്കുന്നു. തൊഴിലാളി പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്ത് സ്വാധീനം വളർത്തുന്നു എന്ന് വന്നപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് മൂന്നാമത്തെ ഗൂഢാലോചന കേസ് ചുമത്തി. അതാണ് മീററ്റ് ഗൂഢാലോചന കേസ്. ചൊക്ലി VP ഓറിയന്റൽ ഹൈസ്കൂൾ 1982 10ാം ക്ലാസ് D ബാച്ച് കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൊക്ലി VP ഓറിയന്റൽ ഹൈസ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. നേത്ര പരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ AP ശ്രീധരൻ നിർവഹിച്ചു. ഇന്ന് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഏറ്റവും വിദഗ്ധരായ കണ്ണു ഡോക്ടർ ഈ കാറ്ററാക്ട് സർജറിയും മറ്റു കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ലളിതമായിട്ടല്ല, ഏറ്റവും കോംപ്ലിക്കേറ്റഡാണ്. പക്ഷേ ആ സാങ്കേതിക സഹായമൊക്കെ വെച്ചുകൊണ്ട് രോഗികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ യാതൊരു വിഷമവുമില്ലാതെ ഈ ഓപ്പറേഷൻ ചെയ്തു കിട്ടുന്നുണ്ട്. മുൻപ് ആ കണ്ണിൽ ലെൻസ് എടുത്തു മാറ്റി അതിനുശേഷം കണ്ടടിച്ച് ഏതാണ്ട് കുറച്ച് കാഴ്ച കിട്ടുന്ന അവസ്ഥയായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ലെൻസ് മാറ്റിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ലെൻസ് കടത്തി വെക്കുകയാണ്. അതുപ്രകാരം ഏതാണ്ട് സാധാരണ രീതിയിലുള്ള കാഴ്ചശക്തി കിട്ടും. ഡോക്ടർ K അബൂബക്കർ അധ്യക്ഷനായി. ഡോക്ടർ സുരേഷ് പുത്തലത്ത് ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പ് വിശദീകരണവും അദ്ദേഹം നിർവഹിച്ചു. അർഹരായവർക്ക് സൗജന്യ ഓപ്പറേഷനുള്ള സൗകര്യവും സൗജന്യ നിരക്കിൽ കണ്ണട വിതരണം എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കി. IHMA തലശ്ശേരി ചാപ്റ്ററിന്റെ സഹായത്തോടെ ബോധവൽക്കരണ ക്ലാസും ഷുഗർ പ്രഷർ പരിശോധനയും നടന്നു. VP ഓറിയന്റൽ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രമേശൻ, VP സമീർ, കുഞ്ഞിമൈദു എന്നിവർ സംസാരിച്ചു. EA നാസർ സ്വാഗതവും നജീബ് മമാസ് നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കതിരൂർ GVHSS സ്കൂളിൽ ആരംഭിച്ച നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റംസീന ഉദ്ഘാടനം ചെയ്തു. കതിരൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റംസീന ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് TK ഷാജി അധ്യക്ഷനായി. PTA പ്രസിഡന്റ് N സുധീഷ്, തലശ്ശേരി നോർത്ത് BRC BPC KK ചന്ദ്രമോഹൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് ബിന്ദുശ്രീ, സ്റ്റാഫ് സെക്രട്ടറി V അനിൽകുമാർ, BRC ട്രെയിനർ മിഥുൻ മുകുന്ദൻ, SDC കോർഡിനേറ്റർ PK അപർണ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ഈ ഒരു പുതിയ കോഴ്സ് ആരംഭിക്കുന്നത് ഒരു BRCയിൽ ഒരു കോഴ്സ് എന്ന രീതിയിലാണ്. തലശ്ശേരി നോർത്ത് BRCയിൽ നമ്മുടെ കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്ന ഈ ഒരു കോഴ്സ് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ പിന്നിൽ നമ്മുടെ PTA അതേപോലെ തന്നെ മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഒരുപാട് ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാണ്
ടോട്ടല് 21 ലക്ഷം രൂപ സർക്കാർ ഇതിന്റെ മെഷീന് വേണ്ടി നൽകിയിട്ടുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘം, PG വായനക്കൂട്ടം, പുന്നോൽ കുറിച്ചിൽ യങ് പയനീഴ്സ് ലൈബ്രറി എന്നിവയുടെ നേതൃത്വത്തിൽ മഴമരങ്ങൾ സാഹിത്യ ചർച്ച സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് E. സന്തോഷ് കുമാറിന്റെ തപോമയയുടെ അച്ഛൻ എന്ന നോവലിനെ കുറിച്ച് ചർച്ചയും നടന്നു. ഒരു കാര്യവും പഠിക്കാത്ത ഒരു സമൂഹമാണ് മനുഷ്യരുടേതെന്ന് തോന്നാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കോടിക്കണക്കിന് മനുഷ്യരെ നഷ്ടപ്പെട്ടിട്ടും ഒന്നും നാം പഠിച്ചില്ല. നമ്മുടെ കാലത്ത് കൂടുതലും ഇറങ്ങുന്നത് യുദ്ധവിരുദ്ധ സാഹിത്യമാണെന്നും സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു. നിർദ്ദയമായ ഒരു പ്രതികരണം ഉണ്ടാവില്ല. അതേസമയം ഡൽഹി പോലും പലതവണ ഈ ക്യാമ്പുകൾ തീ വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു അക്രമോത്സുകമായിട്ടുള്ള ഒരു വലതുപക്ഷ വ്യതിയാനം ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യരെന്ന് പറയുന്നത് പലതരം അഭയാർത്ഥികളെ നമുക്ക് കാണാം. പുറത്തൊക്കെ വിലയിരുന്നത് യൂറോപ്പിലേക്ക് പോകുമ്പോൾ അഫ്ഗാൻ അഭയാർത്ഥികളെ നമുക്ക് കാണാം, ജർമ്മനിക്കൊക്കെ അല്ല ഫ്രാൻസിലും ശ്രീലങ്കൻ അഭയാർത്ഥികൾ, തുർക്കികളെ പറയും. അവർക്കൊക്കെ വേറെ തരത്തിലൊരു ജീവിത മുഖം, ഒരു മനുഷ്യന്റെ മുഖത്ത് വെറും ഞാനിപ്പോ ദിനേശോട് പറയുന്നത് അഭയാർത്ഥികളായിട്ടുള്ള ഭിക്ഷക്കാരെ പോലെ അത്രയും പാവങ്ങളായിട്ടുള്ള മനുഷ്യര്. അവര് ഈ പറഞ്ഞ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കൊണ്ടുവന്ന് വീടുണ്ടാക്കുക. അതുപോലെ തന്നെ മറ്റേ സ്ത്രീകൾ അവരുടെ മാസമുറയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ടോയ്ലറ്റിന് പോലുള്ള സൗകര്യം അവയും മറ്റു സ്ത്രീകള് ഈ സാരി ഒക്കെ പിടിച്ചു അത് ദയനീയമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഓരോ സാധാരണ മനുഷ്യർ നമുക്ക് കാണാൻ പറ്റും. ഞാനിത് എഴുതുന്നതിന് മുമ്പ് ഈ വായിച്ചെഴുതുന്നുള്ള ക്യാമ്പായിരുന്നു. ശേഷം ഞാൻ കഴിഞ്ഞ മാർച്ചിലൊക്കെ ഒന്ന് ഇവരുടെ സ്ഥലത്ത് പോയി ഒരു പകല് അവരുടെ കൂടെ താമസിക്കുന്നു. മാതൃഭൂമിയിലോ എന്റെ സുഹൃത്തുക്കൾ കൂടെ വന്നിരുന്നു. അപ്പോൾ അത് എഴുതിയതിനേക്കാളും ഇന്ത്യ. ലൈബ്രറി ഹാളിൽ ചേർന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് KK രമേശ് അധ്യക്ഷനായി. ഡോക്ടർ പ്രിയ വർഗീസ്, ഡോക്ടർ TK അനിൽകുമാർ, സബിത ബാലൻ, TM ദിനേശൻ, K ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. മേക്കുന്ന് മദ്യമ്പത്ത് MLP ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രശസ്ത ഗായകൻ സാലു പെരിങ്ങത്തൂർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഗായകൻ സാലു പെരിങ്ങത്തൂർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ കുട്ടികൾക്ക് കഴിവുകളുള്ള ഒരുപാട് കുട്ടികൾ ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. കലയായിട്ടും സ്പോർട്സായിട്ടും അല്ലേ, എഴുത്തായിട്ടും, അതുപോലെ കവിതകൾ എഴുതാനും, അതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാനും, എന്തു തന്നെയായാലും എന്താണോ അവരുടെ ടേസ്റ്റ് അത് നിങ്ങൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന പഠിപ്പ് എന്തെങ്കിലും നമ്മളിത് കലയെ കൂടുതൽ പ്രൊമോഷൻ ചെയ്യുമ്പോൾ പഠിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റേണ്ട മോൻ പഠിക്കാൻ പറ്റാണ്ടായി പോവുമോ, അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ എല്ലാത്തിനും പ്രോത്സാഹനം കൊടുക്കണം. കാരണം ഞാൻ വളർന്നു വന്നത് എൻ്റെ കഴിവിനെ തിരിച്ചറിഞ്ഞ് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ, സ്കൂൾ നടക്കുന്ന യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുത്തു. യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് തോന്നുന്നു ഞാൻ 3ാം ക്ലാസ് മുതൽ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയിട്ടുണ്ട്. സയ്യിദ് യൂനുസ് തങ്ങൾ, KP കുഞ്ഞിമമ്മു, MK മുനീർ, ഷാനിദ് മേക്കുന്ന്, കല്ലുമ്മൽ അബൂബക്കർ, P ഷൈബ, K ഷക്കീല, CH ജസീല എന്നിവർ സംസാരിച്ചു. സാലു പെരിങ്ങത്തൂരും ജുബൈരിയ ഒതയോത്തും സംഗീത വിരുന്നും ഒരുക്കി. നീ പറഞ്ഞു പണ്ട് ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിശിഷ്ട വ്യക്തികൾ സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. cha
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. MSS കടവത്തൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കടവത്തൂർ, പുല്ലൂക്കര പ്രദേശങ്ങളിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. MSSന്റെ അംഗങ്ങളുടെ മക്കളിൽ LSS, NMMS പരീക്ഷകളിൽ വിജയിച്ചവരെയും അനുമോദിച്ചു. MSSന്റെ അംഗങ്ങളുടെ മക്കളിൽ LSS, NMMS പരീക്ഷകളിൽ വിജയിച്ചവരെയും അനുമോദിച്ചു. MSSന്റെ സജീവ പ്രവർത്തകരായ സലാം, ഷാഹിന ദമ്പതികളെ കണ്ണൂർ ഹജ്ജ് ക്യാമ്പിലെ അവരുടെ മികച്ച പ്രവർത്തനത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ നീങ്ങണം എന്നതിനെ കുറിച്ച് ഒരു വിഭവ സമൃദ്ധമായ ഒരു കരിയർ ഗൈഡൻസ്, അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസവും മുന്നോട്ടുള്ള ജീവിതം. അതുകൊണ്ട് തന്നെ ഞാൻ കുറഞ്ഞ സമയമാണ് അവിടെ വന്നിരുന്നത്. ഒരുപാട് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഒരു വിദ്യാർത്ഥി എങ്ങോട്ട് പോകണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരച്ചു തന്നിട്ടുണ്ട്. അത് നന്നായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റുകൾ അത് മറികടക്കാനും വിജയിക്കാനും സാധിച്ച കുട്ടികളാണ് ഇവിടെയുള്ളത്. LSS എന്ന് പറയുന്നത്. ഡോക്ടർ അബൂബക്കർ അധ്യക്ഷനായി. ആകെ 68 കുട്ടികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. KV റംലി ടീച്ചർ, EA നാസർ, AC കുഞ്ഞബ്ദുള്ള ഹാജി, KK ഉസൈൻകുട്ടി മാസ്റ്റർ, NK സൗദ ടീച്ചർ എന്നിവർ സംസാരിച്ചു. PK മുസ്തഫ മാസ്റ്റർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. തിരിച്ചറിയുന്നു യുവതലമുറയെ ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും മോചിപ്പിക്കുക എന്നത് എന്റെ കർത്തവ്യമാണെന്ന് ബോധ്യപ്പെടുന്നു. അതിനുവേണ്ടിയുള്ള നിതാന്ത പോരാട്ടത്തിന് ഞാൻ സദാ സന്നദ്ധനാകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. CG ഫാക്കൽറ്റി മജീദ് കാഞ്ഞിരോടിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. BCom ഇതൊക്കെ മാനേജ്മെന്റ് പഠന വിഭാഗമാണ്. അതിന്റെ PG പഠനമാണ് MBA. MBAക്ക് നിങ്ങൾ പോകുമ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് MBA എടുത്തിട്ട് കാര്യമില്ല. കാറ്റോ, മാറ്റോ, സാറ്റോ, GMATO, CMAT ഒക്കെ എഴുതിയിട്ട് IM, XLRI, സിംബയോസിസ്, NIT-കൾ, IIT-കളൊക്കെ നടത്തുന്ന MBA പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം.
കോഴിക്കോട് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം മുതൽ BMS പ്രോഗ്രാം. BMS +2 കഴിഞ്ഞ ആർക്കും എൻട്രൻസ് എഴുതിയിട്ട് BMS ജോയിൻ ചെയ്യാം. ഫീസ് 15 ലക്ഷം രൂപയോളം ഉണ്ട്. പക്ഷെ 4 വർഷം കഴിയുമ്പോൾ നല്ല പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് BMS, ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സയൻസ്. പാനൂർ ഫൈറ്റേഴ്സ് കരാട്ടെ അക്കാദമിയുടെ നേതൃത്വത്തിൽ ബ്ലാക്ക് ബെൽറ്റ് വിതരണം നടത്തി. വള്ളിയായി ശാന്തിഗിരി ആശ്രമം മഠാധിപതി സ്വാമി വന്ദനരൂപൻ ഉദ്ഘാടനം ചെയ്തു. പാനൂർ ഫൈറ്റേഴ്സ് കരാട്ടെ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ബ്ലാക്ക് ബെൽറ്റ് വിതരണം സംഘടിപ്പിച്ചത്. വള്ളിയായി ശാന്തിഗിരി ആശ്രമം മഠാധിപതി സ്വാമി വന്ദനരൂപൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും ജനിക്കുമ്പോൾ തന്നെ ഒരു വാസനയും ജന്മസിദ്ധമായി കിട്ടണം. ഇതാണ് നമ്മുടെ സ്വഭാവമായി മാറും അല്ലേ? നമുക്കൊക്കെ ഓരോ സ്വഭാവമില്ലേ? അതായി മാറും. അത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഈ സ്വഭാവത്തിനാണ് നമ്മുടെ കഴിവുണ്ടാവുക. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. നമ്മുടെ SP ബാലസുബ്രഹ്മണ്യനെ പോലത്തെ പാട്ടുകാരൊക്കെ അറിയോ? യേശുദാസിനെ പോലെ പാട്ടുകാരെയൊക്കെ അറിയോ നിങ്ങൾക്ക്? അവരൊക്കെ പഠിച്ചിട്ടാണോ പാടിയത്? ജീവൻ്റെ വാസന. ഇതേപോലെ ചില ആൾക്കാരുണ്ട് കള്ളു കുടിച്ച് നടക്കുന്നത്. അവർ ജീവൻ്റെ വാസനയാണ്. ചിലവർ നോക്കിയിട്ടുണ്ടാകും എല്ലാം കടവാക്കും, വീട്ടിൽ മൊത്തം കടവാക്കും, സ്വന്തമായ കാര്യങ്ങൾ ചെയ്തു. അതൊരു വാസനയാണ്. ചില നിങ്ങളെപ്പോലെ കുട്ടികൾ നോക്കിയിട്ടുണ്ടോ? പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല, മൊബൈൽ ഫോണിലായിരിക്കും കളി. 24 മണിക്കൂർ മൊബൈലിലായിരിക്കും നമ്മൾ കളി അല്ലേ? രാത്രി 12-1 മണിയാവും. എന്താ കാരണം? ജീവൻ്റെ വാസനപരമായ കാര്യം. അപ്പോൾ ഈ നല്ലതും ചീത്തയായ വാസന നമുക്കൊക്കെ ഉണ്ട് അല്ലേ? നല്ല വാസന ഉണ്ട്, ചീത്ത വാസനയുണ്ട്. അതിൽ നല്ല വാസന എന്ത് ചെയ്യണം? നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ചീത്തയോ എന്ത് ചെയ്യണം? കളയണം. അതിനാരാ ശ്രമിക്കേണ്ടത്? നമ്മൾ തന്നെ ശ്രമിക്കണം. ബ്ലാക്ക് ബെൽറ്റിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. കോശി KP ബാലൻ അധ്യക്ഷനായി. ഷിഹാൻ, ആദം C യൂസഫ്, റൻഷി പ്രവീൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കാളികളായി. കേരള കർഷക സംഘം പൊന്നം വില്ലേജ് സമ്മേളനം പൊന്നം സ്രാമ്പിയിൽ നടന്നു. പൊന്നം വില്ലേജിലെ 20 യൂണിറ്റിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം C ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആ ഇങ്ങനത്തെ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള ആ സൗകര്യം അവർക്ക് കൃഷിക്കാർക്കുണ്ട്. ഇപ്പം 24 പഞ്ചായത്ത് പ്രസിഡന്റ്, പക്ഷെ അത് പ്രായോഗികമായി വലിയ പ്രശ്നമാണ്. കൃഷിക്കാർക്ക് കൊല്ലാനും അവരുടെ വലിയ കേസൊന്നും ഇപ്പോ ഞാൻ പറയാം. നമ്മൾ വഴി നടന്നു പോകുമ്പോൾ ഒരു അണിലിപ്പാമ്പ് അല്ലേ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മളെ കഴിക്കാൻ വരുന്ന അല്ല ആരെയും കഴിച്ച് നമ്മളതിനെ കൊല്ലാൻ ആരും അറിയാതെ കൊണ്ടൊന്നും പ്രശ്നം. കൊന്നാൽ അതും കേസാണ്. പന്നിനെ കൊല്ലാൻ പാടില്ല. ഇതാണ് ഈ നിയമം 1972 ഉണ്ടാക്കിയതാ. ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി വെച്ച നിയമം. കുറെ കൂടി അതിന്റെ ശക്തിപ്പെടുത്തലാക്കാണ്. എത്രയോ കാലമായി ഈ പ്രശ്നത്തിലാണെന്ന് കൃഷി എല്ലാം നശിപ്പിക്കുന്നു. പക്ഷെ മനുഷ്യനെ സംരക്ഷിക്കാനല്ല, മൃഗങ്ങളെ സംരക്ഷിക്കണം. വന്യമൃഗങ്ങളും ആവശ്യമില്ല. പക്ഷെ അതിനുള്ള സമീപനങ്ങളല്ല. അപ്പൊ നിയമത്തിൽ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് കൃഷിക്കാരന് ആ രീതിയിലുള്ള അവർക്ക് അധികാരം കൊടുക്കണം. അവർക്ക് ഈ ഇടപെടാൻ കഴിയണം. കാരണം അടിച്ചുകൊല്ലും പറഞ്ഞാല് അല്ലേ, പന്നി നല്ല ഇറച്ചി തന്നെയാണ് ആളുകൾ ചെറുപ്പക്കാർക്ക് ഇപ്പൊ ഒന്നും പറഞ്ഞാൽ അങ്ങനെ നോക്കില്ല, കേസും വരും. അപ്പോ അത് ഒഴിവാക്കി കൊണ്ടുവന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച് നമ്മളെല്ലാം അതിൽ ഒരു വലിയ നമുക്ക് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടുപോയാണ് നടക്കും. ഇതാണ് പൊതുവിലുള്ള അതിനെതിരായ കേരളം നടത്തിയ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് OK വാസുമാസ്റ്റർ, ഏരിയ പ്രസിഡന്റ് PP സനിൽ, CV സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കർഷകർക്ക് വേണ്ടി മാലിന്യ സംസ്കരണം, ജൈവകൃഷി എന്ന വിഷയത്തിൽ
പിണറായി മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റ് CV സുമജൻ ക്ലാസ് എടുത്തു. 23-അംഗ പുതിയ കമ്മിറ്റിയും സമ്മേളനം തെരഞ്ഞെടുത്തു. പൊന്നം വില്ലേജ് പ്രസിഡന്റായി പവിത്രനെയും സെക്രട്ടറിയായി സുഗീഷ് പുല്ലോടിയെയും ട്രഷററായി AP ജയനെയുമാണ് തെരഞ്ഞെടുത്തത്. പാനൂർ കുന്നുമ്മൽ ശ്രീ മഹാവിഷ്ണു വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ കൊടിമര ഘോഷയാത്ര നടത്തി. ധ്വജപ്രതിഷ്ഠയ്ക്കായുള്ള കൊടിമരത്തിന് പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. താലപ്പൊലിയും മുത്തുക്കുടയുമായി വാദ്യമേളത്തോടെ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെയാണ് കൊടിമര ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതിയും ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. തിരുവങ്ങാട് സൗപർണികയിൽ PP കരുണാകരൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. പാനൂർ സഹകരണ ബാങ്ക് ജീവനക്കാരൻ PR കുറുപ്പ്, O കോരൻ എന്നിവർ മന്ത്രിയായപ്പോൾ പേഴ്സണൽ അസിസ്റ്റന്റ്, സുവർണ ഫൈനാൻസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി റിട്ടയർ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രസന്നഭായാണ് ഭാര്യ. വിനീത്, വിവേക് എന്നിവർ മക്കളാണ്. ശ്വേത, അനുഷ എന്നിവർ മരുമക്കളും. PP ശ്രീധരൻ, വത്സരാജൻ മാസ്റ്റർ, പരേതനായ PP നാണു മാസ്റ്റർ, PP ദാമോദരൻ, PP രാഘവൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള തീരത്ത് വീണ്ടും കപ്പലപകടം. അറബിക്കടലിൽ ബേപ്പൂരിനും കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിനുമിടയിൽ തീരത്ത് നിന്ന് 66 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെ 52 ദിവസത്തേക്ക്. മമ്പറത്ത് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 4 വയസ്സുകാരനെ അടക്കം 4 പേരെ തെരുവുനായ ആക്രമിച്ചു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായാണ് തെരുവുനായയുടെ അക്രമമുണ്ടായത്. മാഹി ബൈപ്പാസ് ടോൾ പ്ലാസയിൽ സംഘർഷം. സെക്യൂരിറ്റി ജീവനക്കാരനും സൂപ്പർവൈസർക്കുമെതിരെ പരാതി നൽകി ചൊക്ലി സ്വദേശികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.